യെസ്, എല്ലാവർക്കും വെൽക്കം. യെസ്, എല്ലാവർക്കും വെൽക്കം. അപ്പം നമ്മൾ എന്താണ് ഈ കഴിഞ്ഞ ESI എക്സാമിന്റെ 2016 നടന്ന ESI എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് കണ്ടുകൊണ്ടിരുന്നത് എല്ലാവരും. അപ്പൊ കണ്ടു കാണും. എന്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ESI എക്സാമിന്റെ എന്താണ് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ശേഷം അതിന് ഓരോ ക്വസ്റ്റ്യനും എല്ലാ ഓപ്ഷനും അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പറഞ്ഞു പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ എഫക്റ്റീവ് ആയിരിക്കുമെന്ന് 100% ഉറപ്പിച്ച് തന്നെ പഠിക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ESI എക്സാമിന്റെ 2016 നടന്ന ചോദ്യ പേപ്പറിന്റെ ഡിസ്കഷന്റെ അടുത്ത പാർട്ടാണ്. സോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എല്ലാവരും പറഞ്ഞ് പഠിക്കാനായി വളരെ തയ്യാറായിരിക്കുക, മനസ്സിലായി അല്ലെ? ഇപ്പൊ എന്താണ് നമ്മുടെ ഇപ്പൊ ക്ലാസ്സുകൾ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാവരും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആദ്യം മുതൽ തന്നെ എന്താണ് തിയറിയോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി വരാൻ പോകുന്ന DME ആയാലും ESI ആയാലും എല്ലാ എക്സാമിനും എന്താണ് ഒറ്റ ക്ലാസ് തന്നെ മതിയായിരിക്കും പഠിക്കാൻ. സോ നന്നായിട്ട് പഠിക്കുക. നമ്മൾ വളരെ ഇൻ ഡെപ്തിലാണ് എല്ലാ കാര്യവും പഠിക്കുന്നത്. കണ്ടു കാണുമല്ലോ. ഇപ്പോൾ തിയറി എടുത്താലും ഇറ്റ്സ് ഇൻ ഡെപ്തിലാണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എടുത്താലും അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. ആൻഡ് റിസൾട്ടുകൾ എല്ലാവരും കാണുന്നുണ്ട് എന്ന് കരുതുന്നു. എല്ലാവർക്കും ഫസ്റ്റ് 100 അതിനകത്ത് തന്നെ ലിസ്റ്റിൽ വരാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ESI എക്സാമിന്റെ 2016 നടന്ന ESI എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ അടുത്തൊരു പാർട്ടാണ് നോക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ. In the PPH, the blood loss is എത്രയാണ്? In the PPH എന്ന് പറയുമ്പോൾ എന്താ? ഇത് പോസ്റ്റ് പാർട്ടം ഹെമറേജ് അല്ലേ? The PPH എന്ന് പറയുമ്പോൾ അറിയേണ്ട കാര്യം ഇത് പോസ്റ്റ് പാർട്ടം ഹെമറേജിൽ ഈ പറഞ്ഞ ബ്ലഡ് ലോസ് എത്രയെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ എന്താ PPH എന്ന് പറഞ്ഞാൽ ആദ്യം അറിയേണ്ട കാര്യം പോസ്റ്റ് പാർട്ടം ഹെമറേജ് അല്ലെങ്കിൽ PPH എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ഫസ്റ്റ് ഡെഫിനിഷനിൽ തന്നെ ഉത്തരമുണ്ട്. എപ്പോഴും PPHന്റെ ഡെഫിനിഷനിൽ തന്നെ ഇതിന്റെ ഉത്തരമുണ്ട്. ഇസ് എക്സസ് ദ ബ്ലഡ് ലോസ് എബവ് എത്ര ml മുകളിൽ? 500 ml മുകളിൽ. 500 ml മുകളിലോട്ട് ഈ പറഞ്ഞ ബ്ലഡ് ലോസ് വരികയാണെങ്കിൽ ആരെന്ത് വിളിക്കാം? PPH വിളിച്ചുകൂടെ? അല്ലേ? എല്ലാവരും പറയണം. ഈ പറഞ്ഞ 500 ml മുകളിലോട്ട് ഇത് ബ്ലഡ് ലോസ് വരികയാണെങ്കിൽ എന്ത് വിളിക്കാം? PPH എന്ന് വിളിക്കാം അല്ലെ? അപ്പോൾ ഒരു ചോദ്യം വരും, ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരും. നോർമൽ വജൈനൽ ഡെലിവറിക്കുള്ള ഇത് ബ്ലഡ് ലോസ് എത്രയാ? നോർമൽ വജൈനൽ ഡെലിവറി ആണെങ്കിൽ എത്ര വരും? അവിടെ എത്ര ബ്ലഡ് ലോസ്? 500 ml അല്ലെ? നോർമൽ വജൈനൽ ഡെലിവറി ആണെങ്കിൽ 500 ml. ആൻഡ് സിസേറിയൻ സെക്ഷൻ ആണെങ്കിലോ? 1000 ml അല്ലേ? 1000 ml അല്ലേ? 1000 ml ആണ്. ആൻഡ് ദ സിസേറിയൻ വിത്ത് ദ ഹിസ്റ്ററക്ടമി ആണെങ്കിലോ? ആൻഡ് ദ സിസേറിയന്റെ കൂടെ ഈ പറഞ്ഞ ഹിസ്റ്ററക്ടമി കൂടെ ചെയ്യുകയാണെങ്കിൽ എത്ര ബ്ലഡ് ലോസ്? 1500 ml. 1500 ml മുകളിലാണെങ്കിൽ എന്തായിരിക്കും PPH? മറക്കരുത്. സോ ദ നോർമൽ വജൈനൽ ഡെലിവറി ആണെങ്കിൽ അവിടെ എത്രയാ ബ്ലഡ് ലോസ്? എത്രയാ? 500 ml. സിസേറിയൻ ആണെങ്കിൽ 1000 ml. ആൻഡ് സിസേറിയനും ആൻഡ് ഹിസ്റ്ററക്ടമിയും കൂടെ ചേർന്ന് വരികയാണെങ്കിൽ 1500 ml ആണ് ബ്ലഡ് ലോസ് എന്ന് പറയുന്നത്. സോ നോക്കേണ്ട കാര്യം ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് PPH ഉണ്ട്? ചോദ്യം ഉണ്ടായിരിക്കും. ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് PPH ഉണ്ട്? എത്ര ടൈപ്സ് ഉണ്ട് PPH? എത്ര ടൈപ്സ് ഓഫ് PPH ഉണ്ട്? നോക്കാം. നമുക്ക് ആദ്യമായി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ടൈപ്സ് ഓഫ് PPH എടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതൊക്കെയാ? പ്രൈമറി PPH കണ്ടു എല്ലാവരും പ്രൈമറി PPH അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ് അല്ലേ? പ്രൈമറി PPHനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് വിളിക്കാറുണ്ട്. സംഭവം എന്താ? ചോദ്യം ഉണ്ടായിരിക്കും. ഈ PPHന്റെ ഫസ്റ്റ് ടൈപ്പായ പ്രൈമറി അല്ലെങ്കിൽ ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ചോദ്യം ഉണ്ടായിരിക്കും. അറിയാം, എല്ലാവർക്കും അറിയാം. ദ ഫസ്റ്റ് 24 hours അല്ലേ? ഫസ്റ്റ് 24 hours ഈ പറഞ്ഞ ഡെലിവറി സമയത്തുള്ള ഫസ്റ്റ് 24 hours അല്ലേ? ആ സമയത്തുണ്ടാകുന്ന
ഈ പറഞ്ഞത് ദ ബ്ലഡ് ലോസ് ഇസ് എബോവ് 500 ml ആണെങ്കിൽ എന്ത് വിളിക്കാം? ഫസ്റ്റ് 24 hours ഓഫ് ദ ഡെലിവറി, ഡെലിവറി സമയത്ത് ഫസ്റ്റ് 24 hours നടക്കുന്ന ഈ പറഞ്ഞ ബ്ലഡ് ലോസ് ഇസ് എബോവ് 500 ml ആണെങ്കിൽ എന്ത് വിളിക്കാം? പ്രൈമറി അല്ലേ? മറക്കരുത്, ചോദ്യം ഉണ്ടായിരിക്കും. ഇസ് ദ ബ്ലഡ് ലോസ് എബോവ് 500 ml ഇൻ ഫസ്റ്റ് 24 hours ഓഫ് ദ ഡെലിവറി ഇസ് കോൾഡ് ആസ് പ്രൈമറി PPH. അല്ലെങ്കിൽ എപ്പോഴും വിട്ടുപോകുന്ന പേരാണ് ഇതിന്റെ മറ്റൊരു പേര്. ഏതാ പേരെന്താ? ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ്. ചോദ്യം അങ്ങനെ തന്നെ മിക്കവാറും ചോദിക്കും. കാരണം ഇനിയുള്ള എക്സാമിനൊന്നും എന്താണ് ഇത് പ്രൈമറി PPH എന്നൊന്നും സിമ്പിൾ ആയിട്ട് ചോദിക്കത്തില്ല. അപ്പോൾ അറിയേണ്ട കാര്യം പ്രൈമറി PPHന്റെ മറ്റൊരു പേരെന്താ? ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ്. മറക്കരുത്, ഈ ഒരു പേര് ചോദിക്കും. ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്നോ ദ പ്രൈമറി PPH എന്നോ ചോദിക്കുകയാണെങ്കിൽ the first 24 hours of the delivery the blood loss above the 500 ml ആണെങ്കിൽ വിളിക്കുന്ന പേര് പ്രൈമറി PPH അല്ലെ? പ്രൈമറി PPH അല്ലെങ്കിൽ ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് വിളിക്കാം. ഇത്രയും ക്ലിയർ ആയി? ക്ലിയർ ആയില്ലേ എല്ലാവരും? PPHന്റെ ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇങ്ങനെ പഠിക്കുക, ഫസ്റ്റ് എടുത്ത് ബന്ധപ്പെട്ട എല്ലാ കാര്യം പഠിക്കണം. അത് കിട്ടി. ഇനി ഇതേ പ്രൈമറി എത്ര ടൈപ്പ് ഉണ്ട്? ഇതേ പ്രൈമറി PPH എത്ര ടൈപ്പ് ഉണ്ട്? ആർക്ക് പറയാം? 2 ടൈപ്പ് ഉണ്ട്. ഇതേ പ്രൈമറി PPH 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ അറിയാമോ? ആർക്കെ അറിയാമോ? ഇല്ല. ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്ന് വിളിക്കാം. ഫസ്റ്റ് ടൈപ്പ് ആണ് ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്ന് വിളിക്കാം. സോ അറിയണം, ദ പ്രൈമറി PPHന്റെ ഫസ്റ്റ് ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്താ സംഭവം? എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. ആ പേര് കേൾക്കുമ്പോൾ ആലോചിക്കണം. ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്താ? ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ ഉണ്ടാവും? ആലോചിക്കുക. ദ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഈ പറഞ്ഞ ദ പ്ലാസന്റയുടെ എക്സ്പൾഷന് ബിഫോർ ആണോ ആഫ്റ്റർ ആണോ? ആലോചിച്ച് പറയുക. ദ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ, ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്ന് പറയുമ്പോൾ ദ പ്ലാസന്റയുടെ എക്സ്പൾഷന് തൊട്ട് മുൻപേ ഉള്ള ഹെമറേജ് ആണ് ദ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. മറക്കരുത്, ദ ബ്ലീഡിംഗ് ബിഫോർ അല്ലെ? ദ ബ്ലീഡിംഗ് ബിഫോർ ദ എക്സ്പൾഷൻ ഓഫ് പ്ലാസന്റ. ദ പ്ലാസന്റയുടെ എക്സ്പൾഷന് തൊട്ട് മുൻപേ ഉള്ള ദ ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? ദ തേർഡ് സ്റ്റേജ് ഹെമറേജ്. മറക്കരുത്, ദ പ്ലാസന്റ അല്ലേ? ദ പ്ലാസന്റയുടെ എക്സ്പൾഷൻ തൊട്ട് മുൻപേ ദ ബിഫോർ ഉള്ള ഹെമറേജിനെ വിളിക്കുന്ന പേരെന്താ? ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്ന് വിളിക്കാം. ഇതാണ് ദ പ്രൈമറി PPHന്റെ ഫസ്റ്റ് ടൈപ്പ്. ചോദ്യം വരും, ദ പ്രൈമറി PPHന്റെ ഫസ്റ്റ് ടൈപ്പിനെ വിളിക്കുന്ന പേരെന്താ? ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. ദ പ്രൈമറി PPHന്റെ മറ്റ് ഫസ്റ്റ് ടൈപ്പ് ഏതാ? ഏത് പേര്? ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് അല്ലെ? തേർഡ് സ്റ്റേജ് ഹെമറേജ്. ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവം? എന്താ? ആർക്ക് പറയാം? ഈ പറഞ്ഞ പ്ലാസന്റ അത് പുറത്തോട്ട് എക്സ്പൾഷൻ ആവുന്നതിന് തൊട്ട് മുൻപേ ഉള്ള ഇത് ബിഫോർ ഉള്ള ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? എന്ന് വിളിക്കാം? തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്ന് വിളിക്കാം. ഇനി അടുത്ത ടൈപ്പ് ഉണ്ട്. ഈ പറഞ്ഞ പ്രൈമറിയുടെ സെക്കൻഡ് ടൈപ്പ് ഏതായിരിക്കും? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടായിരിക്കും. ദ ട്രൂ പോസ്റ്റ് പാർട്ടം ഹെമറേജ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? കേരള PC പ്രീവിയസ് ചോദ്യങ്ങളാണ്. ദ ട്രൂ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുമ്പോൾ ഉത്തരം നിങ്ങൾക്ക് അറിയാം. ഇത് ബ്ലീഡിങ് എപ്പോഴുണ്ടാവുന്നത്? ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത് എപ്പോഴുണ്ടാവുന്നത്? ഇത് ആഫ്റ്റർ ദ എക്സ്പൾഷൻ ഓഫ് പ്ലാസന്റ അല്ലേ? ഈ പറഞ്ഞ പ്ലാസന്റ എക്സ്പൾഷൻ ആയ ശേഷം ആഫ്റ്റർ ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേരെന്താ? പ്ലാസന്റ പുറത്തോട്ട് എക്സ്പൾഷൻ ആയ ശേഷം ആഫ്റ്റർ ഉണ്ടാകുന്നത് ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? ദ ട്രൂ PPH എന്ന് വിളിക്കാല്ലേ? മറക്കരുത്, ചോദ്യം ഉണ്ടായിരിക്കും. ഫസ്റ്റ് തൊട്ട് തന്നെ പറഞ്ഞു തരാം. പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സസ് ദ ബ്ലഡ് ലോസ് എബോവ് 500 ml ഫോളോഡ് ബൈ ദ ഡെലിവറി അല്ലേ? ഡെലിവറിയുടെ കൂടെ തന്നെ 500 ml മുകളിലോട്ട് ഈ പറഞ്ഞ ബ്ലഡ് ലോസ് ഉണ്ടാകുകയാണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ? സാധാരണ നോർമൽ ഡെലിവറി ആണെങ്കിൽ
നോർമൽ വജൈനൽ ഡെലിവറി ആണെങ്കിൽ 500 ml 500 ml. സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ 1000 ml. ആൻഡ് സിസേറിയന്റെ കൂടെ ഈ പറഞ്ഞ ഹിസ്റ്ററക്ടമി ആണെങ്കിൽ 1500 ml. മറക്കരുത്. ശേഷം പറഞ്ഞാണ് ദ ടൈപ്സ് ഓഫ് PPH പറഞ്ഞു. ദ ടൈപ്സ് ഓഫ് PPH ഫസ്റ്റ് ടൈപ്പ് ഏതാ? പേര് ഓർമ്മ വരണം. ദ പ്രൈമറി PPH അല്ലേ? ദ ടൈപ്സ് ഓഫ് PPH ഫസ്റ്റ് ടൈപ്പ് ഏതാ? പ്രൈമറി PPH. ഈ പ്രൈമറി PPH മറ്റു പേരെന്താ? ഏളി പോസ്റ്റ് പാർട്ടം. പേര് മറക്കരുത്, ചോദ്യം ഉണ്ടായിരിക്കും. ഏളി പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് വിളിക്കാം. ഇതേ പ്രൈമറി PPH അല്ലെങ്കിൽ ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത് എന്താ? ദ ബ്ലഡ് ലോസ് ഇസ് എബോവ് 500 ml ഇൻ ദ ഫസ്റ്റ് എത്ര മണിക്കൂറാ? 24 മണിക്കൂർ ഓഫ് ദ ഡെലിവറിയിൽ. ഫസ്റ്റ് 24 hours ഓഫ് ഡെലിവറിയിൽ 500 ml മുകളിലോട്ട് ഈ പറഞ്ഞ ബ്ലഡ് ലോസ് ഉണ്ടാണ് വിളിക്കുന്ന പേര് പ്രൈമറി PPH അല്ലെങ്കിൽ ഏർലി പോസ്റ്റ് പാർട്ടം ഹെമറേജ്. 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ പേര്? ഫസ്റ്റ് ഏതാ? ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്നും, സെക്കൻഡ് ഏതാ? ദ ട്രൂ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഇത് വിളിക്കാം. ഇതിൽ ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇപ്പൊ പ്ലാസന്റ എക്സ്പൾഷൻ തൊട്ട് മുമ്പേ ആണോ ശേഷമാണോ? പഠിക്കുക. ദ ബ്ലീഡിംഗ് ബിഫോർ എക്സ്പൾഷൻ ഓഫ് പ്ലാസന്റ അല്ലേ? ഇപ്പൊ പ്ലാസന്റ പുറത്തോട്ട് പോകുന്നതിന് തൊട്ട് മുൻപേ ഉള്ള ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? ദ തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്നും, ഇനി പ്ലാസന്റ എക്സ്പൾഷന് ശേഷം ആഫ്റ്റർ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? ദ ട്രൂ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് വിളിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഇതിന്റെ ഇതുണ്ടാവാൻ കാരണക്കാരനായ ഇത് മോസ്റ്റ് കോമൺ കോസ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോണിക് യൂട്രസ് ഉണ്ടോ? അറ്റോണിക് യൂട്രസ്, അതൊക്കെയാണ് മെയിൻ കോസ് കേട്ടോ. ഇനി എല്ലാവരും ഇത് പ്രൈമറി കണ്ടു. സെക്കൻഡറി എന്താ? എല്ലാവരും പ്രൈമറി കണ്ടു. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി ഇത് ഫസ്റ്റ് ടൈപ്പ് കണ്ടല്ലോ. സെക്കൻഡറി PPH എന്താ? സെക്കൻഡറി PPH എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം അറിയാ? പറഞ്ഞേ. ഫസ്റ്റ് 24 hours തൊട്ട് എത്ര വരെ? ഫസ്റ്റ് 24 hours തൊട്ട് എത്ര വരെ? പറയണം. ടിൽ ദ ഏതുവരെ? ഏതുവരെ? ടിൽ ദ ഫസ്റ്റ് 24 hours തൊട്ട് ഏതുവരെയാ? ഫസ്റ്റ് 24 hours തൊട്ട് ഏതുവരെയാ? ടിൽ ദ പ്യൂപ്പേറിയം വരെ അല്ലേ? ഫസ്റ്റ് 24 hours തൊട്ട് ടിൽ ദ പ്യൂപ്പേറിയം വരെയുള്ള ദ ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? എന്ന് സെക്കൻഡറി PPH അല്ലേ? തൊട്ടെ? ഫസ്റ്റ് 24 hours തൊട്ട് ടിൽ ദ പ്യൂപ്പേറിയം പീരീഡ് വരെയുള്ള ദ ബ്ലഡ് ലോസിനെ വിളിക്കുന്ന പേര് സെക്കൻഡറി PPH എന്ന് വിളിക്കാം അല്ലേ? ഇതിന്റെ കാരണങ്ങൾ ഏതൊക്കെയാ? എൻഡോമെട്രിയോസിസ് കേട്ടോ എല്ലാവരും. എൻഡോമെട്രൈറ്റിസ്. എന്താ എൻഡോമെട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? മെട്രൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് എൻഡോമെട്രിയം. ഇറ്റ്സ് ഇൻഫ്ലമേഷൻ ഓഫ് എൻഡോമെട്രിയം. അതൊരു കോസാണ്, മറക്കരുത്. എൻഡോമെട്രൈറ്റിസ് ആണ് ഇതിന്റെ എന്താണ് ദ കോസ് എന്ന്. സെക്കൻഡറി PPHന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതും? എൻഡോമെട്രൈറ്റിസ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ എൻഡോമെട്രിയം ആണ്, മറക്കരുത്. ചോദിക്കും. ഇനി ഇത് കാർസിനോമ വന്നാലും വരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡ്രോമ, അതും ഒരു കാരണമാണ് കേട്ടോ, മറക്കരുത്. ചോദിക്കും. ഇനി എല്ലാം കഴിഞ്ഞു, എല്ലാ ടൈപ്സ് എല്ലാം പറഞ്ഞു, എന്താ കാരണങ്ങളെല്ലാം പറഞ്ഞു. അറിയേണ്ട കാര്യം മാനേജ്മെന്റ് ഓഫ് PPH എന്താ? അറിയേണ്ട കാര്യം മാനേജ്മെന്റ് ഓഫ് PPH എന്തായിരിക്കും?
ഇത് ഇത് കൊടുക്കാം. ഇത് ക്രിസ്റ്റൽ ലോഡ് കേട്ടിട്ടുണ്ടോ? ദ ഫ്ലൂയിഡ്സ് കൊടുക്കാം അല്ലേ? ആ ആ ആൻഡ് ദ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് കൊടുക്കാമോ? ഇത് കൊളോയിഡ്സ് ആയ ദ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് കൊടുക്കാം അല്ലേ? അപ്പൊ എന്താ കൊടുക്കാം? ഇത് PPH മാനേജ്മെന്റ് ചോദിക്കുകയാണ്. ഫസ്റ്റ് എന്തൊക്കെയാ? ഇത് ക്രിസ്റ്റലോയിഡ്സ്, ദ ഫ്ലൂയിഡ്സ് കൊടുക്കാം. ആൻഡ് ദ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ദ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് കൊടുക്കാം. ഓക്സിജൻ തെറാപ്പി കൊടുക്കാം. ഇഞ്ചക്ഷൻ എന്ത് കൊടുക്കാറുണ്ട്? ഇഞ്ചക്ഷൻ ഓക്സിറ്റോക്സിൻ കൊടുക്കാറുണ്ട്. മറക്കരുത്, ഇഞ്ചക്ഷൻ ഓക്സിറ്റോക്സിനും കൊടുക്കാറുണ്ട്. ആൻഡ് യൂട്രൈൻ ടാമോണേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്രൈൻ ടാമോണേഡ് ആർക്കും അറിയാം? എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് ഈ പറഞ്ഞ PPH മാനേജ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ് യൂട്രൈൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലോ. യൂട്രൈൻ ടാമോണേഡ് സംഭവം എന്താ? ഈ പറഞ്ഞ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാൻ വേണ്ടി എന്താണ് പാക്ക് ഓഫ് അബ്സോർബന്റ് കൊടുക്കും അല്ലേ? ഈ പറഞ്ഞ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാൻ വേണ്ടി പാക്ക് ഓഫ് ദ അബ്സോർബ് മെറ്റീരിയൽസ് എന്താണ് അവിടെ ഇൻട്രൊഡ്യൂസ് കൊടുക്കാറുണ്ട് അല്ലേ? നല്ല ടൈറ്റ് ആയിട്ടുള്ള, അറിയാല്ലേ? സംഭവം എന്താ? ഏകദേശം ഒരു 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 8 സെന്റിമീറ്റർ വിഡ്ത്തുള്ള 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ വിഡ്ത്തുള്ള എന്താ ഇത് ഗോസ് പീസ് അല്ലെ? ആന്റിസെപ്റ്റിക് ക്രീം കൊണ്ടുള്ള ഗോസ് പീസ് എന്ത് ചെയ്യുന്നു? അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും അല്ലെ? മറക്കരുത്, യൂട്രൈൻ ടാമോണേഡ് ആണ് PPH മാനേജ്മെന്റ്. മറക്കരുത്, യൂട്രൈൻ ടാമോണേഡ് ആണ് PPH കൊടുക്കുന്ന എന്താ മാനേജ്മെന്റിൽ വരുന്ന സംഭവം. എന്താ യൂട്രൈൻ ടാമോണേഡ്? എന്താ ഒരു ഗോസ് പീസ് അല്ലേ? അബ്സോർബ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? റോളർ പാക്ക് ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും. ഏകദേശം ഒരു 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 8 സെന്റിമീറ്റർ വിഡ്ത്തുള്ള ഗോസ് പീസ്. അത് എന്തുകൊണ്ടുള്ള ഗോസ് പീസ് ആണ്? ആന്റിസെപ്റ്റിക് ക്രീം കൊണ്ടുള്ള ഗോസ് പീസ് ആണ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ആൻ വേണ്ടി നമ്മൾ യൂട്രൈൻ ടാമോണേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ കൊടുക്കാറുണ്ട്? ഏറ്റവും ഇമ്മീഡിയറ്റ് മെഷർ ആയിട്ട് എന്ത് ചെയ്യും? ഇത് ക്രിസ്റ്റലോയിഡും കൊളോയിഡും കൊടുക്കും. ഓക്സിജൻ തെറാപ്പി കൊടുക്കാറുണ്ട്. ഇഞ്ചക്ഷൻ ഓക്സിറ്റോക്സിൻ കൊടുക്കാറുണ്ട്. യൂട്രൈൻ ടാമോണേഡ് കൊടുക്കാറുണ്ട്. ഇനി എവിടെയെങ്കിലും ഇത് ബലൂൺ ടാമോണേഡ് ഉണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും ഇത് ബലൂൺ ടാമോണേഡ് ഉണ്ടോ? സംഭവം എന്താ? അത് മാനേജ്മെന്റാ. ചോദ്യം വരും. ഇൻഫ്ലേറ്റഡ് ഫോളിസ് കത്തീഡ്രൽ അല്ലെങ്കിൽ ദ കോണ്ടം അല്ലെ? ചോദിക്കാറുണ്ട്. ഇറ്റ്സ് ഇൻഫ്ലേറ്റഡ് ദ ഫോളിസ് കത്തീഡ്രൽ അല്ലെങ്കിൽ ദ കോണ്ടം കത്തീഡ്രൽ അല്ലെ? അത് അവിടെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ദ നോർമൽ സലൈൻ ഏകദേശം ഒരു 200 to 500 ml എന്ത് ചെയ്യുന്നു? യൂട്രൈൻ ക്യാവിറ്റിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഏകദേശം 46 hours വരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. മറക്കരുത്, ഇത് ബലൂൺ ടാമോണേഡ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേറ്റഡ് ഫോളിസ് കത്തീഡ്രൽ അല്ലെങ്കിൽ ഇത് കോണ്ടം കത്തീഡ്രൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഏകദേശം ദ നോർമൽ സലൈൻ ഒരു 200 തൊട്ട് 500 ml അവിടെ കെപ്റ്റ് ഇൻ യൂട്രസ് ഫോർ 46 hours വരെ അവിടെ വച്ചിരിക്കും. സോ ദ ബലൂൺ ടാമോണേഡും ആൻഡ് യൂട്രൈൻ ടാമോണേഡും ആണ് പ്രധാനപ്പെട്ടത് മാനേജ്മെന്റ് PPH. മറക്കരുത്, മാനേജ്മെന്റ് ഓഫ് PPH ചോദ്യം വരും. ഇമ്മീഡിയറ്റ് മെഷർ ആയിട്ട് ഫസ്റ്റ് ക്രിസ്റ്റലോയിഡ്സ് ആയ ഫ്ലൂയിഡ്സും ആൻഡ് കൊളോയിഡ്സ് ആയ പ്ലാസ്മ എക്സ്പാൻഡേഴ്സും കൊടുക്കാറുണ്ട്. ശേഷം പേഷ്യന്റ് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഓർമ്മിക്കണം, ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മുതൽ 15 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുമ്പോൾ. ഏകദേശം 10 മുതൽ 15 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഓക്സിജൻ കൊടുക്കുന്നത്. ശേഷം ഓക്സിറ്റോക്സിൻ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. യൂട്രൈൻ ടാമോണേഡ് കൊടുക്കാറുണ്ട്. ബലൂൺ ടാമോണേഡ് കൊടുക്കാറുണ്ട്. ദീസ് ആർ ദ മാനേജ്മെന്റ് ഓഫ് ദ PPH. ചോദ്യം വന്നാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും എല്ലാ ഉത്തരങ്ങളും അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ കണ്ടത്. ക്ലിയർ? ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പല പ്രാവശ്യം പറയാൻ തയ്യാറാണ്. PPH ഇവിടെ ചോദ്യം, ഇൻ ദ PPH ഇത് ബ്ലഡ് ലോസ് എത്രയ്ക്ക് മുകളിലാണ് PPH എന്ന് പറയുന്നത്?
500 മേളാണോ, ഓർ 1000 മേളാണോ, ഓർ 1000 ml per മേളാണോ, ഓർ 2500 ml ആണോ? ഈ PPs എന്ന് പറയുമ്പോൾ is excessive blood loss above 500 ml. The followed by the delivery. അല്ലേ, ശരിയല്ലേ? ഫോളോഡ് ബൈ ഡെലിവറി അല്ലേ? ആണ്. ഇനി ഏറ്റവും നോർമൽ ഡെലിവറി എത്രയാണ്? ഏറ്റവും നോർമൽ വജൻ ഡെലിവറി ആണെങ്കിൽ 500 ml, സിസേറിയൻ ആണെങ്കിൽ 1000 ml, സിസേറിയൻ വിത്ത് ദ ഹിസ്റ്റക്ടമി ആണെങ്കിൽ 1500 ml. ഇത്രയും പറഞ്ഞു. ഇനി അറിയേണ്ട കാര്യം ഇതിന്റെ ടൈപ്സ് അല്ലേ? എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്സ് അല്ലേ? ഏതൊക്കെയാ? പ്രൈമറി ആൻഡ് സെക്കൻഡറി അല്ലെ? ഈ പറഞ്ഞ പ്രൈമറിയും സെക്കൻഡറി ഉണ്ട്. ഇതേ പ്രൈമറി മറ്റൊരു പേരെന്താ? ഏളി പോസ്റ്റ്മോർട്ടം ഹെമറേജ് അല്ലെ? ഇത് ഏളി പോസ്റ്റ്മോർട്ടം ഹെമറേജ്. മറക്കരുത്, ചോദ്യം വരും. ഇതേ ഏളി പോസ്റ്റ്മോർട്ടം ഹെമറേജ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ പഠിഞ്ഞോ? ഏതൊക്കെയാ? ദ തേർഡ് സ്റ്റേജും ആൻഡ് ദ ട്രൂ ഉണ്ട് അല്ലേ? മറക്കരുത്. ഈസ് പ്രൈമറി ഫസ്റ്റ് ടൈപ്പ് ഏതാ? ഈ പറഞ്ഞ പ്രൈമറിയുടെ ഫസ്റ്റ് ഈ പറഞ്ഞ മറ്റൊരു പേരെന്താ? ഏളി പോസ്റ്റ്മോർട്ടം വിളിക്കൽ. ഇത് പ്രൈമറി PPH മറ്റൊരു പേരെന്താ? ഏളി എന്ന് വിളിക്കാം. ദ 2 ടൈപ്സ് ഉണ്ട്. ദ തേർഡ് സ്റ്റേജ് ഉണ്ട് ആൻഡ് ദ ട്രൂ ഉണ്ട്. ക്ലിയർ? ഇനി ഇത് ബ്ലീഡിംഗ് ബിഫോർ ദ എക്സ്പൾഷൻ ഓഫ് പ്ലാസന്റ് ആരാ? ഇതിൽ തന്നെ ദ ബ്ലീഡിംഗ് ബിഫോർ ദ എക്സ്പൾഷൻ ഓഫ് പ്ലാസന്റ് ആരാ? ഉത്തരം പറഞ്ഞു. ആരാ? ദ തേർഡ് സ്റ്റേജ് അല്ലേ? ചോദ്യം. ഇത് ബ്ലീഡിംഗ് ആഫ്റ്റർ ദ എക്സ്പൾഷൻ ഓഫ് പ്ലാസന്റ് ആരാ? ദ ട്രൂ അല്ലേ? യെസ്. ഇത്രയും ക്ലിയർ ആയി. യെസ്. ആൻഡ് സെക്കൻഡറി PPH എന്താ? 24 hours തൊട്ട് ഇത് പ്യൂപ്പേറിയം പീരീഡ് വരെയുള്ള അല്ലേ? 24 hours തൊട്ട് പ്യൂപ്പേറിയം പീരീഡ് വരെയുള്ള PPH ആരാ? സെക്കൻഡറി. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കോസ് എന്താ? എൻഡോമെട്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ എൻഡോമെട്രിയം ആൻഡ് ദ ലോക്കൽ ട്രോമ ആൻഡ് ദ കാർസിനോമ ഓഫ് ദ സെർവിക്സ്. സബ് ഇൻവല്യൂഷൻ വരാം, ആൻഡ് ഇൻഫെക്ഷൻ വരാം, എല്ലാം വരാല്ലേ? ആൻഡ് ദ റിട്ടൻഷൻ ഓഫ് പ്ലാസന്റ് അതോടെ അല്ലേ? അതാണ് മറക്കരുത്. ഏറ്റവും ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ചോദ്യം വരും. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെക്കൻഡറി PPH ചോദിക്കുകയാണെങ്കിൽ ദ റിട്ടൻഷൻ ഓഫ് പ്ലാസന്റ ചോദിക്കും. ദ റിട്ടൻഷൻ ഓഫ് പ്ലാസന്റയാണ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദ സെക്കൻഡറി PPH എന്ന് പറയുന്നത്. ശേഷം നമ്മൾ ഇവയുടെ എല്ലാം ഇറ്റ്സ് ദ മാനേജ്മെന്റ് കണ്ടല്ലേ? മാനേജ്മെന്റ് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ വീണ്ടും പറയാണ്. എന്താ കൊടുക്കുക മാനേജ്മെന്റ്? ഒരു ചോദ്യം പോരെ. ഇവിടെ പേഷ്യന്റിന്റെ പൊസിഷൻ എന്താ? ഇൻ ദ മാനേജ്മെന്റിൽ ദ PPHന്റെ മാനേജ്മെന്റിൽ പൊസിഷൻ എന്താ? പേഷ്യന്റ് എങ്ങനെ കിടത്തണം? ദ ഫ്ലാറ്റ് പൊസിഷനിൽ കിടത്തണം. മറക്കരുത്. ദ മാനേജ്മെന്റ് ഓഫ് PPH പേഷ്യന്റിനെ ഫ്ലാറ്റ് പൊസിഷനിൽ കിടക്കണം. നല്ല വാമാക്കി വെക്കണം. ശേഷം ദ ക്രിസ്റ്റലോയിഡ്സ് ആയ ഫ്ലൂയിഡ് കൊടുക്കണം. ആൻഡ് ദ കൊളോയിഡ്സ് ആയ ദ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് കൊടുക്കണം. ഓക്സിജൻ തെറാപ്പി കൊടുക്കണം. എത്രയാ? 10 തൊട്ട് 15 ലിറ്റർ പെർ മിനിറ്റ് അല്ലേ? 15 ലിറ്റർ പെർ മിനിറ്റ് അല്ലേ? ശേഷം ഇഞ്ചക്ഷൻ ഓക്സിറ്റോക്സിൻ കൊടുക്കണം. യൂട്രൈൻ ടാംപോണേഡ് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് ദ ബലൂൺ ടാംപോണേഡ് ഇൻസേർട്ട് ചെയ്യാം. ദീസ് ആർ ദ മാനേജ്മെന്റ് ഓഫ് ദ PPH. ഒരു ചോദ്യവും ബന്ധപ്പെട്ട പല ഉത്തരങ്ങളും ഡീറ്റെയിൽ കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്.